1 2 3 4 5 6 7 8 പാത്രം പാട്ടത്തിൽ കൊടുക്കണ്ടോ? പഴയ കുപ്പി പാത്രം പാട്ടത്തിൽ കൊടുക്കണ്ടോ? ആ ഒരു പഴയ ഓട്ടക്കാരുണ്ട്, അനക്ക് പറ്റുമോ നോക്ക്. ആ എവിടെ കാക്കാ? ഇടുക്കി നോക്കട്ടെ. അതാ അവിടെയാണ്. ആ എവിടെ? ഇതാ പോയി നോക്ക. ആ ഇതാണ് ഞാൻ പറഞ്ഞ ഓട്ടക്കലം. ഒന്ന് പോയി മനസ്സാ. അല്ലോ തടിയുണ്ട്, കലി പാറ്റെങ്കിലും പോകാം. ആ അതെ, ആ എൻ്റെ കുട്ടികളാ. ഓരോ കാര്യം ചോദിച്ചാണ്ട ഓരിവിടെ സുഖസുന്ദരമായിട്ട് കളിച്ച് നടക്കല്ലേ. ആസ്യ ആസ്യ എവിടെ? ആസ്യ അന്റെ ചങ്ങാഴ്ച വന്നിക്കണേ. ഞാൻ വരുന്നു. ആ ബിന്ദു ഇരിക്കടി, എപ്പ വരാം. ആയിക്കോട്ടെ. ഓ ഓള് പോയാ? എന്താ സാധനം? ഐ എന്റെ ചക്കരേ. ചായ കുടിച്ചോ? എടി ആ പരിപ്പല്ലേ കരിഞ്ഞു മണക്കണ്, ഇജ്ജൊന്നങ്ങോട്ട് ചെല്ലുന്നു. ആ പരിപ്പ് അവിടെ കരിഞ്ഞോട്ടെ, പക്ഷെ ഈ പരിപ്പ് അവിടെ വേഗം ആസ്യ സമ്മതിക്കൂല. ഇക്കാ നിങ്ങളൊന്ന് ആശുപത്രി പോയിന്നോ? ആ ഞാൻ പോയിന്ന്. നാളെ എന്തൊക്കെ എന്നോട് നിക്കാൻ പറഞ്ഞിക്കണ്. എന്നാ പൊയ്ക്കോ, എൻ്റെ ആങ്ങളുടെ വെള്ളങ്ങളല്ലേ. എടാ ഉമ്മതാടാ ആസ്പത്രിയിൽ നിന്ന് വരണേ, നിങ്ങൾ ഇവിടെ കളിച്ചാൻ നിൽക്കുക. ഞാൻ നല്ല ഇല്ലായിട്ട് നിങ്ങൾ സുഖമായി ഉറങ്ങിയില്ലേ? ഇന്റെ മുത്തേ, ഇന്നലെ ഇജ്ജ് ഇവിടെ ഇല്ലാഞ്ഞിട്ട് ഒരു പോള കണ്ണ് ഞാൻ അടച്ചിട്ട് പോയാ. നിങ്ങൾക്കൊന്ന് കേൾക്കണോ, ഞാൻ ഇന്നലെയാണ് ഒന്ന് സുഖമായിട്ട് ഉറങ്ങിയത്. അല്ല നമ്മൾ അടപ്പനംസാക്കല്ലേ പോണ്ട്? ആ അയാൾ തന്നെയാണ്. അയാൾ വാങ്ങുന്ന കടയിൽ നിന്നാണ് ഞാനും സാധനം വാങ്ങരുത്. വാ, അവിടെ ഭയങ്കര ആദായം. എന്നാ നമുക്കൊന്ന് പോയേക്കാം, അവിടെ വിലക്കുറവുണ്ടാവും. മുട്ടക്ക് പോരി 10 അവിടെ 12 30 ഉറുപ്പ്യക്ക് വിൽക്കണം. പിന്നെ ആരാ ഈ 10 30 ഉറുപ്പ്യക്ക് വാങ്ങല്? അത് വേറെ വല്ല മുട്ടയക്കാരം, കോയിട്ട മുട്ടാവൂല. എത്ര വില? എത്ര നിങ്ങൾക്കില്ല. ഇന്ന് കളിക്ക് ഇങ്ങളെയും കൊണ്ടുപോകും. എന്തൊരു ചൂടാണ്. ഇങ്ങനെ കളിച്ചു നടന്നോ? കണ്ടില്ലേ ഇപ്പൊ ഈ വയസ്സാം കാലത്ത് നയിച്ചു കൊണ്ടിരുന്നത്? ഇമ്മക്കറിയോ അയ്യം വിജയനും ആസിഫ് സേറും സായലൊക്കെ ആരാന്ന്? ആരാ? അവരൊക്കെ ഫുട്ബോളിന്റെ മെഗാസ്റ്റാർ അല്ലേ ഉമ്മ, അതുപോലെ ഞാനും ആവും. 24 മണിക്കൂറും കളി തന്നെ, കളി. ഐഫോ മോനുവോ? എന്താ പാപ്പാ? ആ കോയിനെ പിടിച്ചാണേടാ. ഔ വല്ലാത്ത ജാതിയാണ്, വെറും തിന്നുന്ന വിചാരം മാത്രമേ ഉള്ളൂ. പിടിച്ചടാ, പിടി പിടി പിടിയടാ. ഇക്കാ ഇച്ചും പറിച്ചോളി ഒരു തൊങ്കല്. വെറുതെ കിട്ടിയാലേ വെളഞ്ഞിയും തിന്നും. എന്താപ്പ മൂപ്പര് ഒരു സുഖം. ഇന്നിപ്പൊ കഞ്ഞിയും വേണ്ടി വരൂല, ചോറും വേണ്ടി വരൂല. ചിലക്കാലം പോടി അവിടുന്ന്. ആ വേലായുധം തേങ്ങടാൻ വരാന്ന് പറഞ്ഞിക്കണ്. ഇജ്ജാ പരിക്കമ്പെടുത്ത കർക്കിടക്കൂരാണല്ലോ. എന്താ വേലായുധ, അന്നെ ഒന്ന് കിട്ടണമെങ്കിൽ 2 മാസം മുമ്പ് ബുക്ക് ചെയ്യണം. എൻ്റെ ഒരു ഡിമാൻഡേ. അലറിയാൽ ആപത്തില്ല, പുകഞ്ഞാൽ അതിസഞ്ചാരം. വല്ലാത്ത ജാതി. ഇപ്പോഴാ ഒരു ആശ്വാസമായത്. അതൊന്നും തിരികെ വെക്കേണ്ട ചങ്ങായി, പെണ്ണുങ്ങൾ തെറ്റിപ്പോവും. അതൊക്കെ ഈ വയ്യ അറിഞ്ഞോളും. രവിയെ ഒരു ചായ കിട്ടെടുത്തോ. എല്ലാരും ഉണ്ടല്ലോ രാവിലെ തന്നെ.
എന്താ അംസക്ക കഴിക്കാൻ വേണ്ടത്? എന്താ കഴിക്കാനുള്ളത്? പഴംപൊരി ഉണ്ട്, സുഖിയുണ്ട്, ബോണ്ടുണ്ട്. ആ എന്നാലും ഇജ്ജ് പഴംപൊരി തന്നെ എടുത്തോ. അതാവുമ്പോ അതിമ എണ്ണയുണ്ടല്ലോ, ഞാൻ കുളിച്ചാൻ പോവാണ്. മേത്തും തലയിലൊക്കെ തേക്കാലോ. അംസാക്ക, നിങ്ങൾ 2 പെമ്മക്കളെയും കെട്ടിച്ചത് ഗൾഫാരെ കൊണ്ടല്ലേ? അതിന്റെ കുട്ടൻസ് ഒന്ന് പറഞ്ഞാണി. ഞാൻ എന്ത് സാധനം വാങ്ങുകയാണെങ്കിലും നിങ്ങൾ വാങ്ങണ കടയിൽ നിന്നാണ് വാങ്ങല്. അവിടെ ലാഭമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഗൾഫിന്റെ കുട്ടൻസ് എനിക്കാണ് മനസ്സിലായിട്ടില്ല. ആ അംസാക്ക, അത് നിങ്ങൾ പറയുന്നെ വേണം. ആ എന്നാ ഞാൻ പറയാം. ഞാൻ എൻ്റെ പെമ്മക്കളെ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിച്ചത് എന്താണെന്നറിയോ? നാട്ടുകാരാവുമ്പോൾ ആഴ്ചയിലും മാസത്തിലും വിരുന്ന് വന്നാൽ അത് വലിയൊരു ചിലവാണ്. ഗൾഫുകാരാവുമ്പോൾ 1-2 കൊല്ലം കഴിയുമ്പോഴേ വരുള്ളൂ. പിന്നെ എൻ്റെ ആശയൊക്കെയാണെങ്കിൽ പണിയും കുറഞ്ഞിട്ടും. എന്തേ ഏരക്കനംസ എൻ്റെ മകൻ സമീറിനോട് പ്രേമിച്ച് കല്യാണം കഴിക്കണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കണത്. പ്രേമിച്ച് കല്യാണം കഴിച്ചാലേ ഒത്തു കിട്ടൂല. വേറെ ഇതാ ഇത്രയും കഥ ഇജ്ജ് കേട്ടതല്ലേ? ഇന്റെ ചായന്റെ പൈസ ഇജ്ജാണ്ട് കൊടുത്തോളാം. ആ പോണ് അടപ്പനംസ. ആ ആ ആ നേരെ എത്ര ആയിന്നപ്പ എൻ്റെ വിചാരം? എൻ്റെ ആവട്ടെ വേറെ ബേല് ഉദിച്ചില്ലേ? ഇനി എനിക്ക് നീച്ച് പണിക്ക് പോകാനായിട്ടില്ലേ? ആചാര്യ വലിയ പൈസക്കാരനായി എന്നൊക്കെ ഇജ്ജ് പറഞ്ഞേക്കുള്ള. അവരൊക്കെ 4 മണിക്ക് എണീച്ച് പണിക്ക് പോയിട്ടാണ് പൈസ ഉണ്ടാക്കിയത്. അല്ലാതെ എന്നെ പോലെ ഇപ്പൊ ഇന്നലെ കളിച്ചാൻ പോയിട്ട് സുബൈക്ക് വന്നിട്ടാ കടന്നത്. അംസാക്ക, നിങ്ങളെ അളിയന്റെ ഷൂട്ടിങ് നടക്കണ്ടല്ലോ അവിടെ? എല്ലാരും അങ്ങോട്ട് പായണുണ്ടല്ലോ. എന്നാ ഞാനൊന്ന് പോയി നോക്കട്ടെ, വല്ല മെച്ചുണ്ടോന്ന് അറിയാലോ. ഒരു പാൻ ഷോട്ട് റെഡിയാണോ? ആ റെഡിയാണ് സാർ. റോളിംഗ് ആക്ഷൻ. നീയും നിന്റെ ടീമും നിയമത്തിന്റെ മുൻപിൽ ഞങ്ങൾ ഉച്ചകൊടുക്കാനായിട്ടില്ല. നിനക്കുള്ള ശിക്ഷ ഞാൻ തരും. ആരാണ് ഇയാൾ ഇതിലേക്ക് കടത്തി വിട്ട് ഒറ്റ ഷോട്ടിൽ എടുക്കേണ്ട സീനാ? ഇയാൾ എന്ത് കോപ്പയാണ് ചെയ്തത്? സാറേ, എന്റെ അളിയനാണ് സാറേ. ഞാൻ നോക്കിയോണ്ട് അറിയാതെ പറ്റിയാ. വാ അളിയാക്ക. എന്താ അളിയാക്ക നിങ്ങൾ കാട്ടി? ഞാനെന്ത് കാട്ടാനാ? എന്തിയാ പോകുന്നത്? ഞാന് എന്നെ കണ്ടാല് വല്ല ചില്ലറയും തടിയോന്ന് വിചാരിച്ചു വന്നു. ഞാൻ ഇന്നലെ അവിടെ വന്നീനല്ലോ. അപ്പൊ താത്താന്റെ അടുത്ത് കൊടുത്തു. നിങ്ങൾ റേഷൻ പിടി പോയി നാറിന്. അപ്പൊ ഇതൊക്കെ ഒരു നാടകമായിരുന്നല്ലേ? ഞാൻ ക്യാമറക്ക് മുന്നിലേ നാടകമുള്ളൂ. നിങ്ങൾ മൊത്തത്തിൽ നാടകല്ലേ? ഇജ്ജ് എന്നെ കളിയാക്കണ്ട. ഇന്റെ മാതിരി ഇജ്ജു ആവും. അംബാനി 501 റുപ്യക്ക് മൊബൈൽ കൊടുക്കുന്ന കാലത്ത് ഞാൻ മൂപ്പര കളിയാക്കൽ തുടങ്ങിയത്. ഞാൻ എന്നിട്ട് മൂപ്പര മാതിരി ആയിട്ടില്ല. ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടല്ല. മമ്മൂട്ടിയാക പറഞ്ഞിട്ടില്ലേ, 100-95% ആൾക്കാർക്കും അഭിനയ താല്പര്യമുണ്ട്. പക്ഷെ ഇതൊന്നും ആരും പുറത്ത് പറയില്ല. അത് ശരിയാണ്. എനിക്കുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ ഒരു കമ്പം. ഇത്രയും കാലം എന്നെ എതിർത്ത ആളേനിപ്പോ ഇങ്ങക്കും സിനിമയിൽ അഭിനയിക്കാൻ കമ്പം.